എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസം കൊണ്ട് രേണു സുധി ഫാൻസിന്റെ രോദനം എൻ്റെ കമന്റ് ബോക്സിൽ കിടന്ന് ഭയങ്കര മെഴുകലാണ്. ഞാൻ പറയുന്ന ആശയത്തോടെ എല്ലാവരും യോജിക്കണം, എനിക്കൊരു വിമർശനവും വരാൻ പാടില്ല എന്നൊരു ആശയമുള്ള ഒരാളല്ല ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തണം. പക്ഷെ തെറി വിളിച്ചൊരുമാതിരി ഉണ്ടാക്കിയ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. സഭ്യമായ ഭാഷയിൽ നിങ്ങൾ വിമർശിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല. ഞാനും സഭ്യമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി നമ്മൾ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് വരിക എന്നൊരു സാഹചര്യം ഉണ്ടായി. കിച്ചു, അതായത് ഈ മൂത്ത മകൻ രണ്ടാമത്തെ മകനായ ഋതപ്പനെ കാണാൻ പോകുന്ന ഒരു സാഹചര്യം. ഈ പോയ സമയത്ത് ആ വീടിന്റെ വൃത്തിയില്ലായ്മയെ കുറിച്ചൊക്കെ ചർച്ചയായി. അതോടൊപ്പം തന്നെ കൊല്ലം സുധിക്ക് കിട്ടിയ ബഹുമതികളും ട്രോഫികളെല്ലാം ഒരു ചാക്കി കെട്ടി കട്ടിക്കീഴിലിട്ട് തള്ളിയിരിക്കുന്നു നമ്മുടെ രേണു സുധി. അത് ചർച്ചാ വിഷയമായി. അതോടൊപ്പം തന്നെ രേണു സുധിക്ക് കിട്ടിയ അവാർഡുകളെല്ലാം വളരെ വിസിബിൾ ആയിട്ട് കയറി വരുമ്പോൾ തന്നെ ദാട നീണ്ടു നിവർന്ന് നിൽക്കുന്നു. ജിഞ്ചു ആ ഒരു സാഹചര്യം പോലെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി. എന്ത് ചെയ്താലും വിമർശനം, നല്ലത് ചെയ്തെന്ന് വിചാരിച്ചാലും അത് വിമർശനവും. അങ്ങനെ വിമർശനമായി. ഇതിന് രേണു സുധിയുടെ മറുപടികൾ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നടാവ്, ഇത്രയും വൃത്തികെട്ട മെഴുകൽ ഞാൻ എൻ്റെ ലൈഫിൽ രേണു സുധിയുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. ഒന്ന് കണ്ടല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സഹായിക്കുക. വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ വിഷയങ്ങൾ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വന്ന് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. താല്പര്യമില്ലെങ്കിൽ വിട്ടേ, താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമുക്ക് കേട്ടോക്കാം. കിച്ചു ഞാനില്ലായിരുന്നു. അപ്പം കിച്ചുവിൻ്റെ വ്ളോഗിൽ വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം. മഴയൊക്കെ ആണ്ട് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത്. അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കോലമായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം. അതിനോട് ഞാൻ യോജിക്കുന്ന കേട്ടോ. അത് ഇന്നലെ ഞാൻ പറഞ്ഞു, ഇവരുടെ വീട്ടിൽ അടുക്കിപ്പറക്കിയിട്ടില്ല, വൃത്തിയില്ല എന്ന് പറയുന്നതൊന്നും ഞാൻ യോജിക്കുന്നില്ല. പിള്ളേരുള്ള വീടാണ്, അലങ്കോലമായിട്ട് കിടക്കും. അവര് ഹൈജീൻ കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം. അവരുടെ വീട് അവർ അടുക്കിപ്പെറുക്കാതിരിക്കുമോ, മ്യൂസിയമായിട്ട് വെക്കുമോ, അതോ വാരിപ്പെറുക്കിടുമോ ഒക്കെ അവരുടെ താല്പര്യമാണ്. അതൊന്നും നമുക്കൊന്നും പറയാനുള്ള റൈറ്റ് ഇല്ല. ടീച്ചറെ മക്കളും ഇവനും ഋതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ. അപ്പം ഋതപ്പനൊരു ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായം. അവൻ എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തു കൊണ്ടുപോയി കളയാനൊക്കെ നശിപ്പിക്കും, കുഞ്ഞു വെച്ചാൽ. അപ്പം അതുപോലെ സുധിച്ചേട്ടൻ്റെ കുറേ അവാർഡുകളുണ്ട്. അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണ്, സ്ഥലം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ അങ്ങനെ നമുക്ക് പഴയ വീട് ചെറിയ വീടായതുകൊണ്ട് വെക്കാനുള്ള സ്ഥലമുണ്ട്, പുതിയ വീട് വലിയ വീടായതുകൊണ്ട് വെക്കാനുള്ള സ്ഥലമില്ല. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എവിടെ വെക്കുന്നത്? ചാക്കി കെട്ടിക്കീഴില് ഫോട്ടോ എടുത്ത് മറ്റേ അലമാരയുടെ മണ്ടയിൽ തലകുത്തനെ. എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ, ദിസ് ഈസ് മൈ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് ഫോട്ടോ ഓഫ് സുധിച്ചേട്ടൻ. ബട്ട് തലയും കുത്തി അലമാരയുടെ മണ്ടയ്ക്ക്. വളരെ വളരെ നല്ല ട്രീറ്റ്മെന്റ്. ഇത് വളരെ മികച്ച ആശയങ്ങളാണ്. ഇത്തരം ആശയങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല, ചെയ്തിട്ടില്ല. അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞതെടുത്ത് തല്ലി പൊട്ടിക്കും. ആ പ്രായമാണ്, ഏജാണ്. അപ്പം പാത്ത് കൊണ്ട് തല്ലി പൊട്ടിക്കും കളിക്കുമ്പം. അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എൻ്റെ ബെഡിൻ്റെ അടിയിൽ, അവിടെ വേറെ സ്ഥലം, അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനമാണ്. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് അത് ഇപ്പോൾ എടുക്കുമെന്ന്. കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഋതപ്പൻ കളിക്കുന്ന പ്രായമാണ്. അപ്പം നമ്മൾ ഈ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് തല്ലി പൊട്ടിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. സുധിച്ചേട്ടൻ്റെ സാധനങ്ങൾ വളരെ പ്രഷ്യസ് ആണ്, അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികളെല്ലാം. അതങ്ങനെ വെച്ച് തല്ലി പൊട്ടിക്കേണ്ടതല്ല. ആയതിനാൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ചാക്കിൽ ഇതെല്ലാം കൂടെ വാരിപ്പെറുക്കി ആക്രിക്ക് കൊടുക്കുന്ന പോലെ ഇട്ടൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് ഋതപ്പന് കൈയെത്തി പിടിക്കാൻ പറ്റാത്ത ഉയരത്തി കട്ടിക്കീഴിലിട്ട് തള്ളിക്കയറ്റി വെച്ചു. അതാകുമ്പോൾ ഋതപ്പൻ അറിയത്തുമില്ല, ഋതപ്പൻ എടുക്കത്തുമില്ല. ഋതപ്പൻ അച്ഛൻ്റെ പ്രൈസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഓടിപ്പോയി കട്ടിക്കീഴിൽ നിന്ന് എടുക്കുന്നത്. ഇത് അവർ ആ അലമാരയുടെ മണ്ടയ്ക്ക് വെച്ചിരുന്നെങ്കിൽ ഇത് പറയുന്ന പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. എൻ്റെ കട്ടിൽ കീഴിൽ ഒരു ചാക്കി കെട്ടി ഞാൻ വെച്ചു, ഋതപ്പൻ എത്താത്ത ഉയരത്തിൽ കട്ടിക്കീഴിൽ. വാ, ഫാന്റാസ്റ്റിക്. ഒന്നും എനിക്കറിയില്ലായിരുന്നു. അല്ലാതെ എൻ്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈയിടെ കിട്ടിയ അവാർഡുകളാണ്. അതെല്ലാം വരുമ്പോൾ എൻ്റെ ഭാഗ്യം എടുത്ത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല. സൂചിച്ചേണ്ട അവാർഡ് 2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. അതായത് നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് അവാർഡുകൾ കിട്ടുന്നു, നിങ്ങൾ അത് വന്ന് ടേബിളിലേക്ക് ചുമ്മാ വെച്ചിട്ട് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം, അതെങ്ങനെ ഇത്ര വ്യക്തമായി അടുക്കിപ്പിറക്കി വെച്ചത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങളോടുള്ള ബഹുമതി പ്രകാരം നിങ്ങൾക്ക് കുറച്ച് അവാർഡുകൾ തരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് കൊല്ലസുധിയുടെ അവാർഡുകൾ അവിടെ വെക്കാത്തത്? ഋതപ്പനെടുത്ത് തല്ലി പൊട്ടിക്കുമോ എന്ന് ഭയന്നിട്ട്. അതേസമയം നിങ്ങൾക്ക് അവർ തന്ന അവാർഡ് അവിടെ വെച്ചാലും അത് ഋതപ്പനെടുത്ത് തല്ലി പൊട്ടിച്ചാലും കുഴപ്പമില്ലേ? അപ്പം നിങ്ങൾക്ക് ഈ അവാർഡ് തന്നവരെ നിങ്ങൾ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ അത്? അപ്പം നിങ്ങൾക്ക് അവാർഡ് തന്നിട്ടും വലിയ കഥയൊന്നുമില്ല, ഇത് തല്ലി പൊട്ടട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവെക്കുന്നത്. ആണല്ലോ, ഉറപ്പിക്കാമല്ലോ. ബാക്കി പറ. എടുത്ത് ഞാൻ കളഞ്ഞൊന്നുമല്ല. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം.
കേട്ടല്ലോ, പുള്ളിക്കാരി ഇതൊന്നും മനസ്സാ വാച കർണാടക അറിഞ്ഞിട്ടില്ല, ചുമ്മാ കടന്ന് കുറ്റം പറയില്ല കേട്ടോ. പുള്ളിക്കാരി അത് സേവ് ചെയ്യാനായിട്ട്, അതിനെ സംരക്ഷിക്കാനായിട്ട് വളരെ സേഫ് ആയിട്ടുള്ള പ്ലേസിൽ ഒരു ചാക്കി കെട്ടി കട്ടിക്കിടയിലോട്ട് എറിഞ്ഞാണ്. മനസ്സിലായല്ലോ? അറിയാത്ത കാര്യങ്ങൾ ഉമ്മ കോണ കടന്ന് പറയരുത്. ഇത് ബാക്കി കേൾക്കാം, ഇതിന്റെ ബാക്കി. ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് ഋതപ്പൻ പിരികം വരച്ചു കണ്ണ് എഴുതി പൊട്ടുവിട്ട് വെച്ചേക്കുന്ന സൂചിച്ചിട്ടുണ്ട്. അച്ഛനെ സുന്ദരനാക്കിയതാണ്. ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത്, പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കിച്ചു. അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. പിന്നെ പെർഫ്യൂം, സൂചിച്ചൻ്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക്. പെർഫ്യൂം അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേരായാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ എൻ്റെ ആദ്യം ചെയ്ത വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള ചോദ്യം അതല്ല. നിങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ പല കാര്യങ്ങളും പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സാധനം എന്തിനാ അപ്പം അവിടെ കൊണ്ടുവെക്കുന്നത്? അപ്പൊ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഞാൻ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, സുധിച്ചേട്ടന്റെ പെർഫ്യൂം എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ, സുധിച്ചേട്ടന്റെ സ്ഥാനം ഇവിടെയാണ് കേട്ടോ എന്നും പറഞ്ഞ് ബ്രാൻഡിങ് അല്ലേ ഇത് ചെയ്യുന്നത്. എന്നിട്ട് അന്നൊരു ചോദ്യം വന്നിരുന്നു നിങ്ങൾക്കെതിരെ, സുധിയുടെ തണലിലാണ് ജീവിക്കുന്നത്. മരിച്ചുപോയാളുടെ തണലിൽ എങ്ങനെ ജീവിക്കുന്നത്? അയ്യോ തമാശ അയ്യോ, കഷ്ടം തന്നെ. കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. അല്ലാതെ സൂചിച്ചേണ്ട അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ, കാര്യം അറിയാതെ ക്രിറ്റിസൈസ് ചെയ്യാനോ. ഒരു 50ഓളം എനിക്ക് വന്ന് വ്ളോഗർമാർ ഇറങ്ങി തോന്നി. ഞാനൊന്നും കണ്ട എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു 50ഓളം വ്ളോഗർമാർ ഇറങ്ങി. മറ്റേ ആനയൊക്കെ കാട്ടിന്ന് ഇറങ്ങി അല്ലെ നാട്ടിലോട്ട് ഇറങ്ങി എന്ന് പറയുന്നില്ല. 50ഓളം വ്ളോഗേഴ്സ് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടങ്ങ് രേണുസുധി എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. ചുമ്മാതല്ലല്ലോ, ഓരോ തോന്നിയസം കാണിച്ചിട്ട് തന്നെയല്ലേ പറയുന്നത്. നിങ്ങൾ മാന്യമായിട്ട് ചെയ്തൊരു സ്ഥാനത്ത് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ വിമർശിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യം എല്ലാം മിക്സഡ് ആക്കി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്. ഇപ്പം എൻ്റെ മൂത്ത മോൻ്റെ വ്ളോഗായിരുന്നു, അവനും അറിഞ്ഞില്ല, അവൻ വ്ളോഗ് ചെയ്തു പാവം. അപ്പോൾ കുഞ്ഞു പറഞ്ഞിട്ടില്ല, ഇളയത് പറഞ്ഞിട്ടില്ല. ഞാനത് സത്യം പറഞ്ഞാൽ തിരക്കാണ്ട് ഞാൻ കണ്ടു നോക്കിയില്ല, കണ്ടവരാണ് പറഞ്ഞത്. അപ്പോൾ അതാണുള്ളത്. എൻ്റെ അവാർഡ് എടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സുധിച്ചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ല രേണുസുധി. സുധിച്ചേട്ടനെ കളഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് സുധിച്ചേട്ടനെ കളഞ്ഞില്ല, സുധിച്ചേട്ടൻ്റെ അവാർഡും കളഞ്ഞിട്ടില്ല. സുധിച്ചേട്ടൻ്റെ അവാർഡ് എല്ലാം കൂടെ കെട്ടിപ്പൂട്ടി കട്ടിക്കീഴെ വെച്ച് ഇതിന് ഇവരെങ്ങനെ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രേണു സുധി ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സ് പ്രസിഡന്റ് ഒന്ന് പ്ലീസ് കമന്റ് ചെയ്യൂ പ്ലീസ്. എനിക്ക് അറിയാൻ മേലാത്തോണ്ടാ നിങ്ങൾ ഇതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു? കൊല്ലസുധിയുടെ എല്ലാം കെട്ടിപ്പൂട്ടി കട്ടിക്കീഴിലിട്ട് പുള്ളിക്കാരുടെ എല്ലാം അടിക്ക് പറയും സൂപ്പറായിട്ട് വെച്ചു. അതൊന്ന്. രണ്ടാമത്തെ, ചേട്ടനെ പൊട്ടിക്കാതിരിക്കാൻ കട്ടിക്കീഴ സേഫായിട്ട് സൂക്ഷിച്ചു വെച്ചു. പുള്ളിക്കാരുടെ പൊട്ടിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഈ അവാർഡ് കൊടുത്തവർക്ക് എന്ത് ബഹുമതിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ബഹുമാനമാണ് ഇവർ കൊടുക്കുന്നത്? നിങ്ങൾ രേണു സുധി ഫാൻസ് ഒന്ന് കമന്റ് ഇട്ടേക്കണം പ്ലീസ്. അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടായി. എൻ്റെ തലച്ചോറ് വെച്ച് ചിന്തിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ മാസ്മരികമായ മെഴുകിൽ തലച്ചോറിലൊന്ന് മെഴുകിയേരെ. അവാർഡ് കളയുന്നത് ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് വെച്ച് എന്തെങ്കിലും ചെയ്യാം. താഴെ പോകുന്നൊക്കെ പൊട്ടും. പക്ഷേ ഇവർക്ക് ആരും അവാർഡ് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന അവാർഡുകൾ പുള്ളിക്കാർ ചിന്തിക്കുന്നത് ഇവരുടെ ഋതപ്പിന് കളിക്കാൻ കൊടുക്കാനുള്ള ഒരു ടോയ് ആയിട്ടാണ്, ഒരു കളിപ്പാട്ടമായിട്ടാണ് കാണുന്നത്. അതാവും പൊട്ടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് പശ വെച്ച് ഒട്ടിച്ചങ്ങോട്ട് വെക്കാം. മനസ്സിലായല്ലോ? ഇവർക്ക് കിട്ടുന്ന അവാർഡിന് ഇവർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള മൂല്യം നിങ്ങൾ മനസ്സിലായല്ലോ. ഇവർക്ക് കിട്ടിയ അവാർഡിന് ഇതാണ് മൂല്യം. ഇവരിപ്പോൾ പറയുന്നത് വെച്ചിട്ട്, ശരിക്കും അങ്ങനെയൊന്നുമില്ല, ഇവരുടെ പ്രഷ്യസ് ആയതുകൊണ്ടാണ് ഇവർ അടിക്ക് പുറകെ വെച്ചേക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നത് വെച്ചിട്ട് അപ്പൊ പിന്നെ സുധിച്ചാട്ടന് കിട്ടിയതിനെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു നമുക്ക് അറിയാവുന്നതേ. അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ്. പൊട്ടത്തില്ല. ബാക്കി പറ. വീഡിയോ വന്നത് കണ്ടു, സുധിച്ചേട്ടന്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ച് വെച്ചത്. അതാ എനിക്കും പറയാനുള്ളത്. അത് നശിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരാന്ന് പറഞ്ഞിട്ട് അവർക്കിട്ടൊരുമാതിരി ഉണ്ടാക്കാൻ നിൽക്കില്ല. ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ പയ്യനെ ആദ്യം ഞാൻ വിചാരിച്ചു ഇവന് കുറച്ച് ബുദ്ധിയും വിവരവും പോക്കണമൊക്കെ ഉള്ള ഒരു പയ്യനാണ്. ഇവനാണെങ്കിൽ ചക്ക ഏതാ മാങ്ങ ഏതാന്നറിയാതെ ആ പെണ്ണ് എന്തോ പറഞ്ഞാലും അതിനെ പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്ക മാങ്ങ ഈസ് ഈക്വൽ ടു മാങ്ങ പ്ലസ് ചക്ക, അഥവാ ഈനാമ്പേച്ചി മരപ്പെട്ടി കൂട്ട് എന്നൊരു സഖ്യത്തിലാണ് ഇവരുടെ ഒരു സൗഹൃദം മുന്നോട്ട് പോകുന്നത്. ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്ര ഒരു 5 അവാർഡ്. അതെല്ലാം ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ വരുമ്പോ അടുക്കി 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 വെക്കും. മനസ്സിലായോ? വരുമ്പോ ഞാൻ ചുമ്മാ അടുക്കി അടുക്കി വെക്കുന്ന എന്തിന്? മോൻ കളിപ്പിച്ച് തല്ലി പൊട്ടിക്കെട്ട് പുല്ല് നമുക്ക് പശ വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു വെക്കാം, അത്രേ ഉള്ളൂ. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പയ്യനെ എനിക്ക് മനസ്സിലാവാതെ. ഞാൻ ശരിക്കും ഇച്ചിരി ബോധമുള്ളവനാണെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യത്തെ ഇവരുടെ ആൽബം ഒക്കെ കണ്ടപ്പോഴത്തേനും, മറ്റേ ആൽബം ഇല്ല അശോകനെ പോലെ നോക്കുന്ന അന്നേരം
വെച്ചതല്ല. സൂചിച്ചാണ്ട് അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവർ 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചിച്ചാണ്ട് പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചിച്ചാണ്ട് ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന്. ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത്. 5 വയസ്സായതേ ഉള്ളവൻ വീഡിയോ വന്നത് കണ്ടു. മോനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ ന്യായീകരിക്കുന്നു. ആ കുഞ്ഞിന് അത്രയ്ക്കുള്ള അറിവേ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ അത്രയ്ക്കുള്ള കാര്യങ്ങളോടുള്ള പ്രാപ്തിയെ പുള്ളിക്കാരനുണ്ടാകത്തുള്ളൂ. അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ ഒരിക്കലും ആ കുഞ്ഞിനല്ല തെറ്റ് പറയുന്നത്, നിങ്ങൾ കാണിച്ചു വെച്ച പ്രവർത്തികളെയാണ് തെറ്റ് പറയുന്നത്. കുഞ്ഞിന് അത്രേ ഉണ്ടാകത്തുള്ളൂ, നിങ്ങളെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുക, അതിന് ആ അറിവ് വരേണ്ട ഒരു പ്രായം ഉണ്ടാവും, എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങൾ കുറച്ച് ബോധത്തോടെ പെരുമാറണ്ടേ. ഈ സുധിച്ചേട്ടന് കിട്ടിയ അവാർഡ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചാക്കി കിട്ടി സൂക്ഷിച്ചു വെച്ചാണെങ്കിൽ പോലും നിങ്ങൾക്കത് മിനിമം നിങ്ങളുടെ അലമാരയുടെ മണ്ടയ്ക്ക് വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഈ കട്ടിക്കീഴിലാണോ ഇതിടേണ്ടത്? കട്ടിക്കീഴില അത് എനിക്ക് മനസ്സിലായില്ല. സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഇവർ വെച്ചേക്കുന്നു, അതുപോലെ കട്ടിലിൻ്റെ മറ്റേ അലമാരയുടെ മുകളിലാണ്. അതിൻ്റെ മേളിൽ സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് വെക്കാമല്ലോ. ഇത് അപ്പം ഇവർ നിങ്ങൾ ചോദിക്കും അവരെവിടെ വെക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല. കൊല്ലം സുധി എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതനായ, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ രേണു സുധി ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ വിമർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവമെങ്കിലും ഇവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ? ഇത് വിമർശനമാകുമെന്ന് ഇവർക്കറിയാം. ഇത് ഇങ്ങനൊരു സാഹചര്യത്തിൽ കിച്ചു ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്കൊരു സമയം നോക്കിയപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. സോ അത് എന്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. മറ്റൊരു വീഡിയോ കാണുന്നില്ല. ബൈ.